ആറ്റിങ്ങൽ നിവാസികൾക്ക് സന്തോഷ വാർത്ത. ഹെർക്കുലീസ് എന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, മീൻ വെട്ടിക്കൊടുക്കും. ഹോം ഡെലിവറി ഫ്രീ ആണ്. ഹോം ഡെലിവറി ഉണ്ട്. നമ്മളൊരു മീൻ വാങ്ങുമ്പോഴത്തേക്ക് അത് വൃത്തിയായിട്ട് നല്ല സീനാണ്. ഇത് വൃത്തിയായി കൊടുക്കുന്ന പറയുന്നത് ആറ്റിങ്ങലാണ്, മാർക്കറ്റ് റോഡാണ്. മാർക്കറ്റ് റോഡ് എച്ചമയുമ്പോഴത്തേക്ക് എഫ്സൈലാണ് ഈ കട. നമസ്കാരം. ആറ്റിങ്ങൽ നിവാസികൾക്ക് സന്തോഷ വാർത്ത. ഇവിടെ മാർക്കറ്റ് റോഡിൽ ഹെർക്കുലീസ് എന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം വേറൊന്നും പോകണ്ട. എന്താ പറയുക, ഈ പറയുന്ന പൊടികളൊന്നുമില്ല എങ്കിൽ പോലും പച്ചക്കറി, മീൻ, എല്ലാ സാധനം, ചിക്കൻ വരെ ഉണ്ടല്ലോ ഏട്ടാ. ചിക്കൻ വരെ ഉണ്ട്. ചിക്കൻ വരെയുള്ള പച്ചക്കറി, പൊടികളൊന്നുമില്ലല്ലേ? ഈ മഞ്ഞപ്പൊടി അതൊന്നുമില്ലല്ലേ? ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊടികളൊന്നും വാങ്ങാതെ ബാക്കി എല്ലാ സാധനം വാങ്ങാൻ പറ്റും. എന്ത് വേണം വാങ്ങാൻ പറ്റും. ഇതാ ഒരു ഒറ്റ കടയ്ക്കകത്ത് ഇത്രയും സംഭവങ്ങളുണ്ട്. ചിക്കൻ വരെ ഉണ്ട്. ചിക്കനുണ്ട്, മീനുണ്ട്, എല്ലാ സാധനമുണ്ട്. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഹെർക്കുലീസ് എന്ന പേരല്ലേ? ഈ ഹെർക്കുലീസ് പേര് എന്താ അങ്ങനെ ഒരു പേര്? സാധനം മീൻ കടയിൽ നിന്ന് അങ്ങനെ എടുക്കുന്നത്. ഹെർക്കുലീസ് എങ്ങനെ പേര് വന്നേ? നേരത്തെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹെർക്കുലീസ് എന്നായിരുന്നു. അപ്പോൾ അത് തന്നെ അവരിട്ടതാണ്. എന്തായാലും ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ, ചേട്ടാ മീൻ വെട്ടിക്കൊടുക്കും. വെട്ടിക്കൊടുക്കും. ഹോം ഡെലിവറി ഫ്രീ ആണ്. ഹോം ഡെലിവറി ഉണ്ട്. അപ്പം ചിക്കൻ ആയാലും വെട്ടിക്കൊടുക്കും. ഹോം ഡെലിവറി ഉണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എനിക്ക് വെട്ടി തരുമോ? ക്ലീൻ ചെയ്ത് തരുമോ? അങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ കാരണം ഡെവലപ്പ് ചെയ്യട്ടെ, നമ്മളെ രാജ്യവും നാടും ഒക്കെ ഡെവലപ്പ് ആവട്ടെ. അതിൻ്റെ ആശംസ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തൊക്കെയായിട്ടാ ഉള്ളത്? വേറെ പച്ചക്കറി ഐറ്റംസ്. പച്ചക്കറി ഉണ്ട്. ആൾക്കാർക്ക് വരാറുണ്ട്. കാരണം അവർ അറിയാമോ? അവർക്കൊക്കെ അറിയാം ഇങ്ങനെ സാധനമുണ്ട്. കാരണം കാണുമ്പോൾ ഒരു ഫിഷ് സ്റ്റാളാണ്, പിന്നെ അത് പച്ചക്കറി ഇടൊന്നും അറിയില്ല അവർക്ക്. ഇത് അകത്ത് കയറുമ്പോഴത്തേക്ക് ഓരോന്നും അറിയാൻ പറ്റുമല്ലോ. കാണാതെ എന്താ പറയുക, ഇത്രയും പച്ചക്കറി സംഭവങ്ങളൊക്കെ. ഏട്ടാ, ഇതുപോലെ വില കൂടുതലാണോ ഏട്ടാ? സാധാരണ മാർക്കറ്റ് റേറ്റ് വില കൂടുതലൊന്നുമില്ല. നമ്മൾ സാധാരണ പുറത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ കുറവുണ്ടെങ്കിലേ ഉള്ളൂ. കൂടുതലൊന്നുമില്ല. ഉറപ്പാണ്. ഏതായാലും എന്താ പറയുക, ഒരു അനുഗ്രഹമായി മാറുകയാണ്. കാരണം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പച്ചക്കറിയോ മീനോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വെട്ട ആൾക്കാരുണ്ട്. ചിക്കനൊക്കെ വെട്ട ആളുണ്ട്. ഇപ്പം മീൻ വാങ്ങിച്ചു കഴിഞ്ഞാലും ക്ലീൻ ചെയ്ത് കൊടുക്കും. ഹോം ഡെലിവറി. എക്സ്ട്രാ ഒന്നും വാങ്ങിക്കില്ല. മീനിന്റെ കാശ് മാത്രമേ. മീനിന്റെ എക്സ്ട്രാ കാശ് ഇല്ല, ഒരിക്കലും വാങ്ങില്ല. ഒന്നും വാങ്ങില്ല. കറക്റ്റ് മീനിന്റെ പൈസ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഞാൻ എന്തായാലും ഈ ഒരു വാർത്ത അങ്ങ് ചെയ്യുകയാണ്. കാരണം ചേട്ടന്മാർ തുടങ്ങിയ സംഭവമാണ്. അല്ലത് ഈ പറയുന്ന കാര്യം വാസ്തവമാണോ? എൻ്റെ പറഞ്ഞു കറക്റ്റ് മീനിൻ്റെ റേറ്റ് ആണെന്ന് പറഞ്ഞു, പച്ചക്കറി ഏത് റേറ്റ് ആണെന്ന് പറഞ്ഞു, മീന് പ്രത്യേകം കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഒരു എക്സ്ട്രാ സാധനം. ആ മീൻ പ്രത്യേകം കൊടുക്കുന്നുണ്ട് ഇല്ലേ? ശരിയാണ്. ഞാൻ കടത്തരം വാർത്ത ഇല്ല. വാങ്ങിക്കൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഹോം ഡെലിവറിയും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്താൽ നിങ്ങൾ വൃത്തിയാക്കി മീൻ കൊണ്ടുവരും. ഉറപ്പാണ്. ഈ സ്ഥലം എവിടെയാണ് കറക്റ്റ്? ഇതിപ്പോൾ മാർക്കറ്റ് റോഡാണ്. ആ ഇവിടെ ലെഫ്റ്റ് സൈഡ്.
നമ്മുടെ പടക്കക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഏതായാലും എനിക്ക് അത്യാവശ്യം നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ നമ്മളെ ഒരു മീൻ വാങ്ങുമ്പോഴത്തേക്ക് അത് വൃത്തിയാക്കുന്ന കാര്യം നല്ല സീനാണ്. ഇപ്പോൾ ഒരു വൃത്തിയാക്കി കൊടുക്കുന്നതാണ് പറയുന്നത്. ആറ്റിങ്ങിലാണ്, മാർക്കറ്റ് റോഡാണ്. മാർക്കറ്റ് റോഡ് ജസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ കട. ഞാൻ അതേ പറഞ്ഞു, ഒരു മീൻ വാങ്ങുന്നതല്ല വിഷയം, ആ മീൻ കൊണ്ടുപോയി നമ്മളെപ്പോലൊക്കെ ബാച്ചിലേഴ്സൊക്കെ കൊണ്ടുപോയിട്ട് അത് വൃത്തിയാക്കുന്നതൊക്കെയാണ് വിഷയം. പക്ഷേ ഇവർ മീൻ വൃത്തിയാക്കി കൊടുക്കും. വൃത്തിയാക്കി കൊടുക്കുന്നത് മാത്രമല്ല, അവരത് ഓൺ ഡെലിവറി വീട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്. നല്ല കാര്യമാണ്. ഡെവലപ്മെൻറ്റ് ഉണ്ടാവട്ടെ. ആൾക്കാരൊക്കെ ഡിജിറ്റൽ യൂത്തിലേക്ക് മാറിക്കൊടുക്കുന്ന ഒരു കാലം കൂടിയാണ്. ഉണ്ടാവട്ടെ, എല്ലാം നന്നായിട്ട് വരട്ടെ. ബിസിനസ്സിലൂടെ ക്യാമറ അനിൽ സാറിനൊപ്പം ശ്രീകുമാറാണ് സൈനിങ് ഓഫ്.